കർത്താവായ യേശുക്രിസ്തുവിന്റെ മരണത്തിന് ഒരുപാട് കാരണങ്ങളുണ്ട്, അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ മരണം ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് വേണ്ടി ഉണ്ടാക്കി തന്നു. സോ ഹിസ് ഡെത്ത് ഈസ് എ മൾട്ടി ഫാസറ്റഡ് ഡെത്ത്. യേശുക്രിസ്തു എന്തിനു വേണ്ടിയിട്ടാണ് മരിച്ചത്? ഒന്നാമത്, യേശു മരിച്ചത് നാമുമായി, മനുഷ്യനുമായി ഐഡന്റിഫൈ ചെയ്യാൻ, പൂർണ്ണ മനുഷ്യനായി തീരാൻ, മനുഷ്യന്റെ സകല വശങ്ങളെയും, മനുഷ്യന്റെ സകല ആസ്പെക്ട്സ് ഓഫ് ഹ്യൂമൻ ലൈഫ് റിസീവ് ചെയ്യാൻ, സ്വീകരിക്കാൻ യേശു മരിച്ചു. പൂർണ്ണ മനുഷ്യരായി തീരാൻ യേശു മരിച്ചു. മനുഷ്യനുമായി താതാത്മ്യപ്പെടുക എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ പാപജഡവുമായി താതാത്മ്യപ്പെടുക. സ്തോത്രം. ഹലോ. രണ്ടാമത്തെ റീസൺ, why did Jesus die? എന്തുകൊണ്ടാണ് യേശു മരിച്ചത്? വെരി വെരി സിമ്പിൾ ആൻസർ, we killed him. നമ്മൾ യേശുവിനെ കൊന്നു. നമ്മൾ സാധാരണ പറയാറില്ല നമ്മൾ കൊന്നു, നമ്മളാരും യേശുവിനെ കൊന്നിട്ടില്ല. സ്തോത്രം. We killed Jesus. Our rebellion. ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് പറയാൻ പറ്റും ഞാൻ ആ കൂട്ടത്തിൽ ഇല്ല എന്ന് പറയാൻ പറ്റുമോ? ദൈവ സ്നേഹം അനുഭവിച്ചിട്ടും, യേശുവിന്റെ സ്നേഹം അനുഭവിച്ചിട്ടും ഇന്നും ജീവിതത്തിന് വ്യത്യാസം വരാത്ത രീതിയിൽ, ഇന്നും അനുദപിക്കാൻ മനസ്സില്ലാത്തവരായി, ഇന്നും ആ സ്നേഹത്തിന് മുമ്പിൽ തങ്ങളെ തന്നെ അടിയറവ് പറയാൻ മനസ്സില്ലാത്തവരായി എത്രയോ പേരുണ്ട്. ആ കൂട്ടത്തിൽ ഞാനും ഇല്ലേ? അങ്ങനെ ഉള്ളപ്പോൾ അവരെ കുറിച്ച് പറയുകയാണ്, we crucified Christ. മൂന്നാമത്തെ രാഷ്ട്രീയം, why did Jesus die? യേശു എന്തിനു വേണ്ടിയാണ് മരിച്ചത്? To defeat Satan and death. പാപത്തെയും പിശാചിനെയും തോൽപ്പിക്കുന്നതിന് യേശു ക്രൂശിൽ മരിച്ചു. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി. ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി. സ്തോത്രം. ഉയർത്തെഴുന്നേൽക്കുമ്പോൾ മാത്രമല്ല ജയോത്സവം കൊണ്ടാടുന്നത്. സ്തോത്രം. ഓ ജീസസ്, when he was dying on the cross, he was celebrating the victory over Satan and sin and death. മരണത്തിന്റെ മുകളിലും പാതാളത്തിന്റെ മുകളിലും പിശാചിന്റെ സകല തന്ത്രങ്ങളുടെ മുകളിലും യേശു സെലിബ്രേറ്റ് ചെയ്യായിരുന്നു വിജയം. എന്തിനു വേണ്ടിയിട്ടാണ് യേശു മരിച്ചത്? To establish a new covenant. ഒരു പുതിയ നിയമം നാമുമായി ചെയ്യാൻ കർത്താവ് മരിച്ചു. ഒരു പുതിയ നിയമം. ഞാൻ നിന്റെ ദൈവമായിരിക്കും, നിങ്ങൾ എനിക്ക് ജനവുമായിരിക്കും എന്ന് കർത്താവ് തന്നെ പറഞ്ഞിട്ട് അവൻ തന്നെ അങ്ങ് മരിച്ചു. സ്തോത്രം. എന്ന് പറഞ്ഞാൽ ഞാൻ അവിശ്വസ്തനാകുമ്പോഴും എന്റെ അവിശ്വസ്തത കൂടെ എടുത്ത്, അതുകൊണ്ട് അവൻ മനുഷ്യനായി നിൽക്കുന്നത്, എന്റെ അവിശ്വസ്തതയും കൂടെ എടുത്ത് അവിടെയും വിശ്വസ്തത കാണിക്കുന്ന ഒരു കർത്താവ്. അതുകൊണ്ടാണ് വചനത്തിൽ നമ്മൾ വായിക്കുന്നത്, നാം അവിശ്വസ്തരായി പാർക്കുമ്പോഴും അവന്റെ വിശ്വസ്തതയ്ക്ക് മാറ്റം വരുന്നില്ല.